Hi students, welcome back to our physics class. Today's topic is Wheatstone's bridge. Wheatstone എന്ന് പറയുന്നത് ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. ബ്രിഡ്ജ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്ററുകൾ ഈ രീതിയിൽ ഈ ഒരു പാറ്റേണിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് ബ്രിഡ്ജ് കണക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ 4 റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. റെസിസ്റ്ററിന് പേര് കൊടുത്തിട്ടുണ്ട് R1, R2, R3, R4. ഈ റെസിസ്റ്ററുകളുടെ ഓപ്പോസിറ്റ് എഡ്ജിൽ നിന്ന് ബാറ്ററി കീ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എഡ്ജിൽ നിന്ന് ഒരു ഗാലനോമീറ്ററിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കീ ഓൺ ചെയ്യുമ്പോൾ കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങും. ഈ സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ കറണ്ട് പാസ് ചെയ്തു. കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ മാർക്ക് ചെയ്തു. എന്ന് പറഞ്ഞ കറണ്ട് ആണ് പാസ് ചെയ്യുന്നത്. ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്തു. ഇനി കറണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതൊരു ജംഗ്ഷനാണ്. കറണ്ടിന് പോകാനായിട്ട് 2 പാത്ത് പോസിബിളാണ്. ഇതിലൂടെയും പോവാം, ഇതിലൂടെയും പോവാം. അപ്പോൾ ഈ R1 എന്ന് പറഞ്ഞ ആ പാത്തിലൂടെ പോകുന്ന കറണ്ടിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് I1 കൊടുത്തു. ഈ പാത്തിലൂടെ പോകുന്ന കറണ്ടിന് I1 കൊടുത്തു. അപ്പോൾ I1 പോയി ഇവിടെ എത്തിയപ്പോൾ വീണ്ടും 2 പാത്ത് പോസിബിളാണ്. അപ്പോൾ കുറച്ച് കറണ്ട് ഇങ്ങോട്ട് പോകും. അപ്പോൾ ആ കറണ്ടിന് ഞാൻ I2 എന്ന് കൊടുത്തു. R2 ആയതുകൊണ്ട് ഐയുടെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് 2 കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന ഈ പാത്തിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന് I2 എന്ന് കൊടുത്തു. ഈ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന് IG എന്ന് കൊടുത്തു. അതായത് ഗാലനോമീറ്റർ ഇരിക്കുന്ന ആ ഭാഗത്തു കൂടി പോകുന്ന കറണ്ടിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് IG എന്ന് കൊടുത്തു. സബ്സ്ക്രിപ്റ്റ് ആണ് G. അപ്പോൾ അങ്ങനെ ആ കറണ്ട് പാസ് ചെയ്തു. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കറണ്ട് കുറച്ച് ഇതിലേ പോയിട്ടുണ്ടാവും. ഈ പാത്തിലൂടെയും പാസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ R3 ഇരിക്കുന്ന ആ പാത്തിലൂടെ പോയത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് I3 എന്ന് കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ 2 പാത്ത് പോസിബിളാണ്. പക്ഷെ ഓൾറെഡി നമ്മൾ ഇതിലൂടെ കറണ്ട് വരുന്നതായിട്ട് അസ്യൂം ചെയ്തു. പിന്നെ ഇവിടെ എത്തുന്ന കറണ്ട് പിന്നെ മുകളിലേക്ക് പോകുന്നത് സാധിക്കില്ല. ഒരു പാത്തിലൂടെ ഒരു ഡയറക്ഷനിലേ കറണ്ട് പാസ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ I3 എന്ന് പറഞ്ഞാൽ കറണ്ട് ഇവിടെ എത്തുമ്പോൾ ഈ ഒരു വഴി കൂടെ മാത്രമേ പോകുള്ളൂ. കാരണം ഇവിടെ ഓൾറെഡി കറണ്ട് ഈ താഴേക്ക് വരുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കറണ്ട് ഇങ്ങോട്ട് പോയി, ഈ പാത്തിലൂടെ പോയി. ഇവിടെ R4 ആണുള്ളത്. അതിലൂടെ പോകുന്ന കറണ്ടിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് I4 എന്ന് കൊടുത്തു. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 4 റെസിസ്റ്ററുകൾ R1, R2, R3, R4 4 റെസിസ്റ്ററുകൾ നമ്മളൊരു പ്രത്യേക പാറ്റേണിൽ അറേഞ്ച് ചെയ്തു അല്ലെങ്കിൽ കണക്ട് ചെയ്തു. അതിൻ്റെ ഓപ്പോസിറ്റ് എഡ്ജിൽ നിന്ന് കീ വഴി ബാറ്ററിയിലേക്ക് കൊടുത്തു. നെക്സ്റ്റ് ഓപ്പോസിറ്റ് എഡ്ജിൽ നിന്ന് ഒരു ഗാലനോമീറ്ററിലേക്ക് കണക്ഷൻ കൊടുത്തു. ഇനി ഈ കീ ഓൺ ചെയ്യുമ്പോൾ കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങും. കറണ്ട് പാസ് ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതൊരു ജംഗ്ഷനാണ്. അതായത് 2 വഴിയുണ്ട് കറണ്ടിന് പോകാനായിട്ട്. അപ്പോൾ കുറച്ച് കറണ്ട് ഇതിലൂടെയും കുറച്ച് കറണ്ട് ഈ വഴിയിലൂടെയും പോയിട്ടുണ്ടാവും. അപ്പോൾ R1 ഇരിക്കുന്ന ആ വഴിയിലൂടെ പോകുന്ന കറണ്ടിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് I1 കൊടുത്തു. ആ I1 എന്ന് പറഞ്ഞ കറണ്ട് ഇവിടെ എത്തിയപ്പോൾ പിന്നെയും 2 വഴിയുണ്ട് ആ കറണ്ടിന് പോകാനായിട്ട്. അപ്പോൾ R2 വഴിയിലൂടെ പോകുന്ന കറണ്ടിന് I2 എന്നും ഈ ഗാലനോമീറ്റർ ഇരിക്കുന്ന ഈ പാത്തിലൂടെ പോകുന്ന കറണ്ടിന് IG എന്നും കൊടുത്തു. അതുപോലെ ഇതിലേ പോകുന്ന കറണ്ടിന് I3 എന്ന് കൊടുത്തു. ഇവിടെ എത്തുമ്പോൾ 2 വഴി പോസിബിൾ ആണെന്നുണ്ടെങ്കിലും ഈ വഴിയിലൂടെ ഓൾറെഡി ഒരു കറണ്ട് താഴേക്ക് വരുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ മുകളിലേക്ക് ഒരു കറണ്ട് എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ബാലൻസ് ഉള്ള കറണ്ട് പോകുന്ന കറണ്ടിന് I4 എന്ന് കൊടുത്തു. ഇനി നമ്മൾ കിർഷോസ് ലൂപ്പ് റൂള് അപ്ലൈ ചെയ്യാണ്. നമുക്കറിയാം കിർഷോസ് ലൂപ്പ് റൂൾ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. V = സമ്മേഷൻ I = 1 to n I RI എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് കിർഷോസ് ലൂപ്പ് റൂളിൻ്റെ ഇക്വേഷൻ? V = സമ്മേഷൻ I = 1 to n II RI നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുറേ റെസിസ്റ്ററുകളും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണക്ഷൻസ് ഒക്കെ വരുന്നതിലാണ് നമ്മൾ കിർഷോസ് റൂൾ ലൂപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ഓരോ സെക്ഷൻ അല്ലെങ്കിൽ മൊത്തമായിട്ടല്ല എടുക്കുന്നത്, ഓരോ സെക്ഷൻ വൈസ് അല്ലെങ്കിൽ ഓരോ ലൂപ്പായിട്ടാണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ഈ ലൂപ്പ്. ഇവിടെ പേര് കൊടുത്തിട്ടുണ്ട് ABDA. ഈ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ലൂപ്പാണ് നമ്മൾ എടുക്കുന്നത്. ഏതാണ് എടുക്കുന്നത്? ABDA. ഡയഗ്രത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവണം. ഇത് A, ഇവിടെ B, D, A. അതായത് ഈ ഒരു ചെറിയ
സെക്ഷൻ ഞാൻ എടുത്തു. ഇനി ഞാൻ അതിലുള്ള കറണ്ടും റെസിസ്റ്റൻസും അതിൻ്റെ പ്രൊഡക്റ്റ് സം ചെയ്ത് എഴുതണം ഈ ഒരു റൂൾ വെച്ചിട്ട്. അപ്പോൾ എപ്പോഴും കറണ്ടിൻ്റെ ഡയറക്ഷൻ എടുക്കുമ്പോൾ ഞാൻ എടുക്കുന്ന വഴിയിലൂടെ തന്നെയാണ് കറണ്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ പോസിറ്റീവ് സൈൻ കൊടുക്കണം. ഞാൻ എടുക്കുന്ന വഴിയുടെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് കറണ്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സൈൻ കൊടുക്കണം. അത് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് എ ബി ഡി എ, ഇതാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന പാത്ത്, എ ബി ഡി എ. അപ്പോൾ എ ബി എന്ന് പറഞ്ഞ സൈഡിലുള്ള കറണ്ട് ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ്. അപ്പോൾ എന്ത് വരും? I1 R1. ഇനി ബി ഡി എന്ന് പറഞ്ഞ ആ പാത്തിലെ കറണ്ട് ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ്. അവിടുത്തെ കറണ്ട് എത്രയാണ്? IG ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാണ്? ഈ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ ക്യാപിറ്റൽ G തന്നെയായിട്ടാണ് എടുക്കുന്നത്. ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ G തന്നെയായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ബി ഡി എന്ന് പറഞ്ഞ പാത്തിലെ കറണ്ടും റെസിസ്റ്റൻസിൻ്റെ പ്രൊഡക്റ്റ് ഞാൻ കണ്ടു. ഇനി ഏത് പാത്തും കൂടി ഉണ്ട്? ഇത് ക്ലോസ് ചെയ്യണ ഈ പാത്തും കൂടി ഉണ്ട്. ഏതാ? ഡി എ. ഈ ഡി എ എന്ന് പറഞ്ഞ പാത്തിൽ ഞാൻ പോകുന്നത് ഇങ്ങോട്ടാണ്, ഡി എ. പക്ഷെ കറണ്ട് വരുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിലുള്ള സൈൻ എന്തിടണം? മൈനസ് ഇടണം. -I3 R3 എന്ന് കൊടുക്കണം. മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. ഞാൻ ഈ പാത്ത് തന്നെ സെലക്ട് ചെയ്യണമെന്നില്ല. ഇപ്പോൾ വേറൊരു കുട്ടി എ ഡി ബി എ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇത് പോസിറ്റീവ് വരും. ഞാൻ പോകുന്ന വഴിക്ക് തന്നെയാണ് കറണ്ട് വരുന്നത്. ഇതെന്ത് വരും? നെഗറ്റീവ് വരും. കാരണം ഞാൻ പോകുന്നത് ഇങ്ങോട്ട്, കറണ്ട് വരുന്നത് താഴേക്ക്. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നത് ഇങ്ങോട്ട്, കറണ്ട് വരുന്നത് അങ്ങോട്ട്. അപ്പോൾ ഏതാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ആരോ മാർക്ക് മസ്റ്റായിട്ടും അവിടെ ഇട്ടിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്ഷൻ അറിയാൻ പറ്റില്ല. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് എ ബി ഡി എ എന്ന് പറഞ്ഞ പാത്താണ്. അപ്പോൾ എ ബി എന്ന് പറഞ്ഞ പാത്തിൽ I1 R1, ബി ഡി എന്ന് പറഞ്ഞ പാത്തിൽ IG ഇൻറ്റു G, ഡി എ എന്ന് പറഞ്ഞ പാത്തിൽ I3 ഇൻറ്റു R3. ഇത് മാത്രം മൈനസ് വരും, കാരണം ഞാൻ ഇങ്ങോട്ടാണ് പോകുന്നത്. കറണ്ടിൻ്റെ ഡയറക്ഷൻ ആരോ മാർക്ക് ഇട്ടിരിക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്, അതുകൊണ്ട് മൈനസ് ഇട്ടു. അപ്പോൾ ഈക്വൽ ടു എന്താണെന്ന് നമ്മൾ എഴുതേണ്ടത്? നെറ്റ് പൊട്ടൻഷ്യൽ. ആ ഭാഗത്തുനിന്ന് ഞാൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ടോ? ആ ഒരു ലൂപ്പ് മാത്രം എടുക്കുകയാണെങ്കിൽ അവിടെ ബാറ്ററി ഉണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ എന്ത് എഴുതണം? ഈക്വൽ ടു 0 എന്ന് എഴുതണം. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ 1. ഇനി അതുപോലെ ഞാൻ നെക്സ്റ്റ് ലൂപ്പ് എടുക്കുകയാണ്. ബി സി ഡി ബി എന്ന് പറഞ്ഞ ലൂപ്പ് എടുത്തിട്ട് അവിടെ ഞാൻ ഈ സെയിം റൂള്, കിർഷോസ് ലൂപ്പ് റൂള് അപ്ലൈ ചെയ്യാണ്. ഞാൻ എങ്ങനെ എടുത്തേക്കുന്നത്? ബി സി ഡി ബി. അപ്പോൾ ബി സി എന്ന് പറഞ്ഞ സെക്ഷനിലുള്ള കറണ്ട് എന്താണ്? കറണ്ട് ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? I2 R2. ഇനി സി ഡി എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങോട്ടാണ് പോകുന്നത്, കറണ്ട് വരുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഞാൻ എന്തിടണം? മൈനസ് ഇടണം. അവിടുത്തെ കറണ്ട് ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ്. അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് I4, അവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R4. ഇവിടെ വരുത്തി. ഇനി ഡി ബി എന്ന് പറഞ്ഞ സെക്ഷനിലെ സൈൻ എന്ത് വരും? ഡി ബി എന്ന് പറയുമ്പോൾ ഞാൻ പോകുന്ന വഴിയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കറണ്ട് വരുന്നത്. അപ്പോൾ എന്ത് വരും? മൈനസ് വരും. ഇൻറ്റു അവിടുത്തെ കറണ്ട് ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ്. അവിടുത്തെ കറണ്ട് എന്ത് വരും? IG ഇൻറ്റു G. അവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് G. ആ ക്ലോസ്ഡ് ലൂപ്പ് എടുത്താലും അവിടെ പൊട്ടൻഷ്യൽ ഇല്ല. നമുക്ക് ഈ ഭാഗം എഴുതി കഴിഞ്ഞു. നമ്മൾ ഇനി ഈക്വൽ ടു വി എന്നല്ല എഴുതേണ്ടത്. ഇവിടെ വി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ, ബാറ്ററി ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഭാഗവും നമ്മൾ 0 എന്ന് കൊടുത്തു. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ 2. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഇനി ഈ റെസിസ്റ്ററുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ഇലക്ട്രോണിക്സ് ഇതിലൊക്കെ കണക്ഷൻ ചെയ്യാൻ പറ്റുന്ന കണക്ഷൻസാണ്. അപ്പോൾ ഈ R1 R2 R3 R4 ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഈ ഗാൽവനോമീറ്ററിലൂടെ പോകുന്ന കറണ്ട് 0 ആക്കി. എന്താ ചെയ്തത്? ഇതിൻ്റെ വാല്യൂസൊക്കെ ഈ 4 റെസിസ്റ്ററുകളുടെ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിലൂടെയുള്ള കറണ്ട്, ഈ പാത്തിലൂടെയുള്ള കറണ്ട് 0 ആക്കാണ്. ഈ പാത്തിലൂടെയുള്ള കറണ്ട് 0 ആവുമ്പോഴുള്ള കണ്ടീഷനെയാണ് ബാലൻസിങ് കണ്ടീഷൻ എന്ന് പറയുക. ഈ പാത്തിലൂടെയുള്ള കറണ്ട് 0 ആകുമ്പോൾ ഈ നെറ്റ്വർക്ക് ബാലൻസ്ഡ് ആയി എന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് അതിലൂടെയുള്ള കറണ്ട് 0 ആക്കിയത്? ഈ റെസിസ്റ്ററുകളുടെ വാല്യൂസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ സെൻറ്ററിലൂടെയുള്ള അല്ലെങ്കിൽ ഈ ഗാൽവനോമീറ്ററിലൂടെയുള്ള കറണ്ട് 0 ആക്കി. അങ്ങനെ ഈ ഗാൽവനോമീറ്റർ കറണ്ട് 0 ആവുന്ന
സമയത്ത് ഈ നെറ്റ്വർക്ക് ബാലൻസ്ഡ് ആണെന്ന് നമ്മൾ പറയും. അപ്പോൾ ആ സമയത്ത് കറണ്ട് എന്താണെന്ന് പറഞ്ഞത്, ഗാലനോമീറ്ററിലൂടെയുള്ള കറണ്ട് എന്താണെന്ന് പറഞ്ഞത് 0 ആണ്. അപ്പോൾ നമുക്ക് IG = 0 എന്ന് എഴുതി കൂടെ? ഗാലനോമീറ്റർ കറണ്ട് 0 ആണെങ്കിൽ ഈ ഗാലനോമീറ്റർ കറണ്ട് 0 ആവുമ്പോൾ ഒരു കാര്യം കൂടി നടക്കുന്നുണ്ട്. അതായത് I1 എന്ന് പറഞ്ഞ കറണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് കുറച്ച് ഇതിലൂടെ പോകുന്നു നമ്മൾ പറഞ്ഞു ആദ്യം. അപ്പോൾ ഇതിലൂടെ പോകുന്ന കറണ്ട് 0 ആക്കി കഴിഞ്ഞാൽ ഈ I1 എന്ന് പറഞ്ഞ കറണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മുഴുവനായിട്ടും ഈ ഭാഗത്തിൽ കൂടെ പോകുന്നുണ്ടാവും. ഈ I1ഉം I2ഉം ഈക്വൽ ആവും. കാരണം എന്താ, ഇവിടെ നിന്ന് പോണ കറണ്ട് കുറച്ച് ഇങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മൾ വേറൊരു സിമ്പിൾ യൂസ് ചെയ്തത്. പക്ഷേ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു, ബാലൻസിങ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഗാലനോമീറ്ററിലൂടെയുള്ള കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് അതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ മീനിങ്. അപ്പോൾ ഈ I1 എന്ന് പറഞ്ഞ കറണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മുഴുവനായിട്ട് ഇങ്ങോട്ട് തന്നെ പോകും. ഇവിടെ ഒരു വഴി ഇല്ല എന്നാണ് എൻ്റെ മീനിങ്. അപ്പോൾ ഈ I1 എന്ന് പറയുന്നത് എന്ത് തന്നെ വരും? I2 തന്നെ വരും. അതുപോലെ ഈ I3 എന്ന് പറഞ്ഞ കറണ്ട് മുഴുവനായിട്ടും എവിടേക്ക് പോകണ്ടാവും? ആ സെക്ഷനിലേക്ക് പോകണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? I3 = I4 എന്ന് എഴുതാം. അതായത് ഈ നെറ്റ്വർക്ക് ബാലൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഇല്ല എന്ന് തന്നെ വിചാരിക്കുക, ഇങ്ങനെ ഒരു പാത്ത് ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ I1 എന്ന് പറഞ്ഞ കറണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വേറെ വഴിയില്ല, അത് ഇതിൽ കൂടെ തന്നെ പോകും. ഈ I1 എന്ന് പറഞ്ഞ കറണ്ട് മൊത്തമായിട്ട് ഇതിലൂടെ തന്നെ പോകും. അപ്പോൾ ഈ I1ഉം I2ഉം ഈക്വൽ ആയിരിക്കും. എത്ര കറണ്ട് വന്നു അത്രയും കറണ്ട് അതിലൂടെ പോകും. അതുപോലെ തന്നെ I3 എന്ന് പറയുന്ന കറണ്ടും I4 എന്ന് പറഞ്ഞ കറണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ കണ്ടീഷൻസ് ആദ്യം തന്നെ ഈ IG എന്ന് പറയുന്നത് 0 ആവുന്നത് ഈ രണ്ട് ഇക്വേഷനിൽ എന്ത് മാറ്റം വരുത്തുന്നത് നമുക്ക് നോക്കാം. IG = 0 വന്നു കഴിഞ്ഞാൽ ഈ ഭാഗം 0 ആവില്ലേ? IG = 0 വന്നു കഴിഞ്ഞാൽ ഈ ഭാഗം മൊത്തം 0 ആയിപ്പോകും. നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേ ചെയ്യാവൂ, ഞാൻ ഇതിൽ തന്നെ ചെയ്യാണ്. രണ്ടാമത്തെ ഇക്വേഷനിലും IG-യുടെ ഭാഗം 0 ആയിപ്പോകും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഇക്വേഷനിലെ ഒരു ഭാഗം 0 ആയിപ്പോയി. രണ്ട് ഇക്വേഷനിലെയും ഓരോ ഭാഗങ്ങൾ 0 ആയിപ്പോയി. ഇനി ഞാൻ ഇക്വേഷൻ എഴുതുകയാണ്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനിൽ ഞാൻ ബാലൻസ് എന്തുണ്ട്? I1 R1 മൈനസ് I3 R3 = 0 എന്നുണ്ട്. I1 R1 മൈനസ് I3 R3 = 0 എന്നുണ്ട്. ആ മൈനസിന് ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി പ്ലസ് ആയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? I1 R1 = I3 R3 എന്ന് എഴുതാം. I1 R1 = I3 R3 എന്ന് എഴുതാം. ഇക്വേഷൻ 3. അതുപോലെ ഈ ഇക്വേഷൻ എന്ത് വരും? I2 R2 = ഈ മൈനസ് I4 R4 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ എന്ത് വരും? പ്ലസ് I4 R4 ആവും. അപ്പോൾ I4 R4 എന്ന് വരും. Put it as equation 4. ഇനി നമ്മളൊരു കാര്യം കൂടി പറഞ്ഞു, ബാലൻസിങ് കണ്ടീഷൻ ആയിരിക്കുമ്പോൾ I1ഉം I2ഉം ഈക്വൽ ആയിരിക്കും, അതുപോലെ I3ഉം I4ഉം ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഇക്വേഷനിലെ ഒരു ഇക്വേഷനിൽ ഞാൻ ഈ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ അതുപോലെ തന്നെ നിർത്തുക. അപ്പോൾ തേർഡ് ഇക്വേഷനിൽ അതുപോലെ തന്നെ നിർത്തുകയാണ് കേട്ടോ. ഫോർത്ത് ഇക്വേഷനിൽ മാത്രം മാറ്റം വരുത്തുകയാണ്. രണ്ടും കൂടി മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കില്ല. അപ്പോൾ ഫോർത്ത് ഇക്വേഷനിൽ അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഫോർത്ത് ഇക്വേഷൻ എങ്ങനെ മാറും? I2 എന്ന് പറയുന്നത് ആര് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? I1 തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ I2ന് പകരം ഫോർത്ത് ഇക്വേഷനിൽ I2ന് പകരം എന്ത് തന്നെ എഴുതിയാൽ മതി? I1 തന്നെ എഴുതിയാൽ മതി. I1 R2 = I4 എന്ന് പറയുന്നത് ആര് തന്നെയാണ്? I3 തന്നെയാണ്. അപ്പോൾ ഇവിടെയുള്ള ഇക്വേഷനിലുള്ള I4ന് പകരം എന്ത് കൊടുത്താൽ മതി? I3 എന്ന് കൊടുത്താൽ മതി. I3 R4 ഇക്വേഷൻ 5. അപ്പം അങ്ങനെ മാറ്റം വരുത്തിയപ്പോൾ നമുക്ക് ഫോർത്ത് ഇക്വേഷൻ ഇങ്ങനെയായിട്ട് കിട്ടി. ഇനി ഈ തേർഡ് ഇക്വേഷനെ ഫിഫ്ത്ത് ഇക്വേഷൻ കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യാണ്. തേർഡ് ഇക്വേഷനെ ഫിഫ്ത്ത് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ എന്ത് വരും? തേർഡ് ഇക്വേഷൻ എന്താ? I1 R1 = I3 R3. അതിനെ ഞാൻ ഫിഫ്ത്ത് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഫിഫ്ത്ത് ഇക്വേഷനിലെ ലെഫ്റ്റ് സൈഡ് ഇതിൻ്റെ അടിയിൽ എഴുതുക I1 R2, റൈറ്റ് സൈഡ് ഇതിൻ്റെ അടിയിൽ എഴുതുക I3 R4. ഇവിടുത്തെ I1ഉം ഇവിടുത്തെ I1ഉം കട്ട് ചെയ്ത് പോയി, ഇവിടുത്തെ I3യും ഇവിടുത്തെ I3യും കട്ട് ചെയ്ത് പോയി. ബാലൻസ് നമുക്ക് എന്ത് വന്നു? R1/R2 = R3/R4 എന്ന് വന്നു. ഇതാണ് വീൻസ്റ്റൺസ് ബ്രിഡ്ജിലെ ബാലൻസിങ് കണ്ടീഷൻ എന്ന് പറയുന്നത്. R1/R2 = R3/R4. ഇത് കാണുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നും, പക്ഷെ നിങ്ങളൊരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ മതി. ഞാനിത് മാറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ച് തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് കുറച്ച്
ഇതായിട്ട് തോന്നുന്നതാണ്. അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ വരയ്ക്കാൻ മറക്കരുത്. നമ്മൾ എടുക്കുന്ന വഴിയുടെ ഓപ്പോസിറ്റ് ആണ് കറണ്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിന് മൈനസ് സൈൻ കൊടുക്കാനും മറക്കരുത്. അത് കഴിഞ്ഞാൽ അങ്ങനെ കൊടുത്ത 2 ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഗാലനോമീറ്റർ കറണ്ട് 0 ആക്കാം. അതിനായിട്ട് ഈ 4 റെസിസ്റ്ററുകളുടെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഗാലനോമീറ്റർ കറണ്ട് 0 ആവും. ഗാലനോമീറ്റർ കറണ്ട് 0 ആയി കഴിഞ്ഞാൽ ഈ കറണ്ട് എന്ന് പറയുന്നത് ഇപ്പുറത്തെത്തുന്ന കറണ്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇവിടെ നിന്നുള്ള കറണ്ടും സെയിം ആയിരിക്കും. ആ കണ്ടീഷൻ അപ്ലൈ ചെയ്തു. ഈ 2 ഇക്വേഷനിൽ IG എന്ന് പറഞ്ഞ സെക്ഷൻ 0 ആകുമ്പോൾ വരുന്ന മാറ്റങ്ങൾ വെച്ചിട്ട് ഞാൻ 2 ഇക്വേഷൻ എഴുതി. അതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഈ I1 = I2 അല്ലെങ്കിൽ I3 = I4 എന്ന് പറഞ്ഞ കണ്ടീഷൻ കൊടുക്കുക. എന്നിട്ട് ആ 2 ഇക്വേഷൻസ് കൂടി ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്നത് എന്താണ്? R1/R2 = R3/R4. എന്താണ്? R1 അതായത് ഇവിടുത്തെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഇവിടുത്തെ റെസിസ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ റെസിസ്റ്റൻസ് ബൈ ഇവിടുത്തെ റെസിസ്റ്റൻസ് ചെയ്യുന്ന വാല്യൂനോട് ഈക്വൽ ആയിരിക്കും. ഇനിയിപ്പോൾ ഈ പേരുകൾ തന്നെ കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾ ഈ റെസിസ്റ്ററുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ABCD എന്ന് വേണമെങ്കിൽ കൊടുത്തോ, അതിന് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ത് വരും? A/B = C/D വരും. അതായത് ഇതാണ് ബൈ ഇട്ടിട്ട് എഴുതേണ്ടത്, ഈക്വൽ ടു ഈ സൈഡിലെ റെസിസ്റ്ററുകൾ ബൈ ഇട്ടിട്ട് എഴുതുക. അപ്പോൾ ഇതാണ് വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് കണ്ടീഷൻ. ഇതിങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് കണ്ടീഷൻ പ്രൂവ് ചെയ്യാനായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഈ ഡയഗ്രാം വരച്ചിട്ട് തന്നെ വേണം ഇത് പ്രൂവ് ചെയ്യാനായിട്ട്. അതുപോലെ ഈ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജിൻ്റെ ആപ്ലിക്കേഷനാണ് നെക്സ്റ്റ് വരുന്ന 2 ടോപ്പിക്കുകൾ. അതായത് നമ്മൾ പ്രാക്ടിക്കൽ ലാബിൽ ചെയ്യുന്ന മീറ്റർ ബ്രിഡ്ജ്, അതുപോലെ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്ന 2 ഡിവൈസുകളുടെയും തിയറി എന്ന് പറയുന്നത് ഈ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജാണ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.